ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഇനി ബേക്കറിയിൽ വാങ്ങുന്ന ഈ ഒരു പ്ലം കേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 250 ml ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിൽ കൂടുതൽ റെഡിയാക്കുന്നുണ്ടെങ്കിൽ അതിന് അനുസരിച്ചിട്ട് അളവെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ മെഷർമെൻറ്റ് കപ്പ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഗ്ലാസ് എടുത്തിട്ട് ആ ഒരു അളവിന് എടുത്താലും മതി. ഇനിയിപ്പോൾ ഇത് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മെൽട്ടാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയി വരണം. ഈ ഒരു ഗോൾഡൻ കളറായി കിട്ടിയാൽ മതി കേട്ടോ. ഓവറായിട്ട് നമ്മളിത് തീ വെച്ചിട്ട് കരിച്ചെടുക്കണം. അപ്പോൾ ഒരു കയ്പിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ആയതിനു ശേഷം നമുക്ക് ഇതുപോലെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മെൽട്ടാക്കി എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ കുറച്ചൊന്ന് മാറി നിന്നിട്ട് ഒഴിക്കുക, അല്ലെങ്കിൽ മേത്തൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ല പോലെ മെൽട്ടായതിനു ശേഷം നമുക്കിതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കളറായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ഒന്ന് തണുക്കട്ടെ. ഈ ഒരു ടൈമിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 2 കിലോ കേക്ക് ഉണ്ടാക്കുന്ന ഒരു ടിന്നാണ്. അപ്പോൾ ഇതിൽ ചെറിയ ടിന്നുണ്ടെങ്കിൽ അതന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വലിയ ഒരു ടിന്നാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബട്ടർ പേപ്പറോ അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ A4 ഷീറ്റൊക്കെ ആണെങ്കിലും എടുത്താൽ മതി. ഇത് നല്ല പോലെ നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. ഇതിൻ്റെ മുഴുവൻ ഭാഗത്തും നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗത്തും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് നെയ്യ് തേച്ചിട്ട് വെച്ച് കൊടുക്കാം. നെയ്യ് ഇല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവറിൻ്റെ ഓയിൽ തേച്ച് കൊടുത്താലും മതി കേട്ടോ. ഇത് നമ്മുടെ കൈമേൽ ബട്ടർ പേപ്പറും അതുപോലെ തന്നെ A4 ഷീറ്റൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ കുട്ടികൾ എടുക്കുന്ന നോട്ട്ബുക്കിൻ്റെ പേപ്പർ എടുത്താലും മതി. നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് നെയ്യൊക്കെ തടവിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നെയ്യൊക്കെ തടവിയതിന് ശേഷം ഞാനിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു ബൗൾ വേണം. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ 1 കപ്പ് പഞ്ചസാര എടുത്തത് കൊണ്ടാണ്. ഇനിയിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അരിപ്പ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ ഒന്ന് അരിച്ചു കൊടുത്താലും മതി. ഞാനിത് മുന്നേ മൈദപ്പൊടിയൊക്കെ അരിച്ചെടുത്തത് കൊണ്ട് തന്നെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാ ഒരു ഗ്രാമ്പൂവിൻ്റെ പീസ്, അതുപോലെ തന്നെ ഏലക്കായ, പിന്നെ പട്ട എന്നിവ കൂടി നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക. കുറച്ച് മാത്രം ആയതുകൊണ്ടാണ് ഇതുപോലെ ഇടികല്ലിലിട്ട് ചതച്ചെടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പം നല്ല പോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം. ഇനിയിപ്പോൾ ഒരു മിക്സി എടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1/2 കിലോ അളവിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള മുട്ട എടുക്കുക. നിങ്ങൾ 1 കിലോനാണ് എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു 4 മുട്ട ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഏകദേശം ഞാൻ ആക്കി എടുക്കുമ്പോൾ തന്നെ ഒരു 3/4 കിലോ അളവിൻ്റെ കേക്കായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ 1 കപ്പ് അളവിൽ പഞ്ചസാര കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി 1 കപ്പ് മുന്നേ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു സ്പൈസസും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ വാനില എസൻസ് 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു സ്പൂൺ വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് പതപ്പിച്ച് എടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവറിൻ്റെ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മൈദ മാവില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ മുഴുവൻ ചേർത്ത് കൊടുക്കാതെ കുറച്ചായിട്ട് വേണം നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ ഇതാകുമ്പോൾ കട്ട കെട്ടി പോകാനുണ്ട്. ഒട്ടും കട്ടയില്ലാണ്ട് വേണം ഇതൊന്ന് മിക്സാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം നമ്മളൊന്ന് മിക്സാക്കി എടുക്കാൻ. ഇനി നമുക്ക് കുറച്ചുകൂടി മൈദമാവ് ഇട്ടിട്ട് ഒന്ന് ടൈറ്റാക്കി എടുക്കാം. നല്ലപോലെ ടൈറ്റായി വരുന്ന ആ ഒരു ടൈമിലേക്ക് നമ്മൾ നേരത്തെ പഞ്ചസാര മെൽട്ടാക്കി വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു മൈദമാവിൻ്റെ കട്ടയൊക്കെ നല്ല പോലെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇനിയിപ്പോൾ ഇത് ആ ഒരു മെൽറ്റ് ചെയ്ത അത് ഞാനൊരു പകുതി മാത്രമേ ഒഴിച്ചു കൊടുക്കത്തുള്ളൂ, മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ കളറൊക്കെ നല്ല പോലെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിവിടെ ബാക്കി വെച്ചിരിക്കുന്ന മൈദമാവ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള മൈദമാവ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല പോലെ വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കണ്ടില്ലേ, നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. കട്ടിയൊന്നും ഇല്ലാണ്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഇതൊന്ന് ബാറ്റർ
റെഡിയാക്കി എടുക്കേണ്ടത്. ഞാൻ നേരത്തെ 1 ടേബിൾ സ്പൂൺ അളവിലുള്ള മൈദപ്പൊടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ കാഷ്യൂനട്ടൊക്കെ ഇട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആ ഒരു കാഷ്യൂനട്ടും അതുപോലെ തന്നെ നമ്മുടെ കിസ്മിസൊക്കെ ഇട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ കറുത്ത മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കടിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ ഇതൊക്കെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ അളവോളം ചേർത്തത് കൊണ്ട് തന്നെ ഇനി നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. അതിനുശേഷം നമുക്ക് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു ടൈമിലേക്ക് ഞാൻ ഇതുപോലെ ഒരു വലിയ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ഈ ഒരു കേക്ക് ടീന് ഇതിലേക്ക് ഇറക്കി വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വിനാഗിരി സുർക്ക അത് നമ്മൾ ഇതിൽ ചേർത്ത പാടെ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ഡബിൾ ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ. ഇനി ഇതൊരു ഹാഫ് കുക്കാവുന്ന ടൈമിലേക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറുത്ത മുന്തിരിയും അതുപോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ലാതെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതായി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കുക. ഒരു 20 മിനിറ്റ് സമയമെങ്കിലും നമ്മളിതൊന്ന് അടച്ച് കുക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കിത് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് വെയിറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ ഈ ഒരു ഇടികല്ല് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റ് ടൈം ആയിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് തന്നെയാണ്. നമ്മൾ കണ്ടില്ലേ, അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് ക്രിസ്മസ് ഒക്കെ വരുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം കൊണ്ട് ഉണ്ടാക്കുന്ന കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇനി നമ്മൾ വലിയ വിലയൊന്നും കൊടുത്ത് നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും കഴിയും. കണ്ടില്ലേ, അടിയൊന്നും കരിഞ്ഞു പോകാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് തണിഞ്ഞതിന് ശേഷം വേണം കേട്ടോ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇത്. നമ്മൾ ഓരോ ദിവസം കഴിയുന്നോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുക എന്നല്ലാണ്ട് ഒട്ടും കുറയൂല കേട്ടോ. അപ്പോൾ നമ്മൾ 2 ദിവസമെല്ലാം കൂടിയിട്ട് എടുത്താൽ കഴിക്കാനായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാനിതൊന്ന് കട്ടും കൂടി ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. കണ്ടില്ലേ, നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ചൂടോടുകൂടി തന്നെയാണ് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം. നമുക്ക് കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിലേക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന അടിപൊളിയായിട്ടുള്ള കേക്കാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. നമ്മുടെ വീട്ടിൽ എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റം മാത്രമാണ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ വേറെ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും കഴിയും. അപ്പോൾ കണ്ടില്ല, നമ്മുടെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ആക്കി നോക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.